ജീവിതത്തില് സുന്ദരമായ സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. പക്ഷേ അവയ്ക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അത്തരം മാനസികാവസ്ഥയ്ക്കാണ് നാം മടി എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. അത് റബ്ബർ ബാൻഡ് പോലെയാണ്. എന്താണ് റബ്ബർ ബാൻഡിന്റെ പ്രത്യേകത? അത് ഒരു പരിധിയിൽ കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അതേസമയം സ്ഥിരമായി അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രമേണ അത് ലൂസായി വരും. അതിന്റെ വലിപ്പം വർദ്ധിച്ചു വരും. ഇതുപോലെയാണ് നമ്മളുടെ മനസ്സും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മടിയുടെ സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ ഒറ്റയടിക്ക് നല്ല കുഞ്ഞാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ക്രമേണ നമുക്ക് ആ ശീലം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്, നമ്മളുടെ എല്ലാ മേഖലയിലുള്ള പ്രശ്നങ്ങളും ഒന്നിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ മടി നിങ്ങൾക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പൊ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനാരോഗ്യകരമായ എന്തെങ്കിലും ശീലമുണ്ടെന്ന് ചിന്തിക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ശീലമുണ്ടെങ്കിൽ, പുകവലി, മദ്യപാനം, അങ്ങനെ എന്തെങ്കിലും ദുശീലം, അല്ലെങ്കിൽ വ്യായാമം ചെയ്യാതിരിക്കുന്നു, ശരീരഭാരം വർദ്ധിക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ തീരുമാനം എടുക്കാനും നടപ്പാക്കാനും മടിക്കരുത്. കാരണം ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ സാധിക്കൂ. അതുപോലെയാണ് നമ്മളുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് നാളെ ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് നമ്മളെ എത്തിക്കും. ഇന്ന് വളരെയധികം മത്സരാധിഷ്ഠിതമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ സമ്പത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിർണായകമായ കാര്യങ്ങളിൽ മടി നിങ്ങൾക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തണം. എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തേണ്ടത്? ആദ്യം ഒരു ബുക്കും പേനയും എടുത്തിട്ട് ഇതുവരെ ഈ സ്വഭാവം കൊണ്ട്, മടി കാരണം നിങ്ങൾക്കുണ്ടായ നഷ്ടം നിങ്ങൾ എഴുതണം. ഏതൊക്കെ മേഖലയിലാണ് ആ നഷ്ടം ഉണ്ടായത്, എന്തൊക്കെയാണ് സംഭവിച്ചത്, ആ പ്രശ്നങ്ങൾ എഴുതുക. ആ പ്രശ്നങ്ങളുടെ പരിഹാരവും നിങ്ങൾ എഴുതുക. പ്രോബ്ലം കണ്ടുപിടിക്കുക, അതിന്റെ സൊല്യൂഷനും നിങ്ങൾ തന്നെ എഴുതുക. എന്തൊക്കെ മേഖലയിൽ ഏതൊക്കെ മാറ്റം എങ്ങനെ നിങ്ങൾ കൊണ്ടുവരും, അതിനകത്ത് വ്യക്തമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് പിറ്റേ ദിവസം ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആ 3 കാര്യങ്ങൾ ഇതേപോലെ തന്നെ നമ്മളുടെ ആ ഡയറിയിൽ എഴുതണം. എന്തൊക്കെയാണ് നാളെ ചെയ്യുന്ന 3 കാര്യങ്ങൾ? അത് നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ മാറ്റം വരുത്തുന്ന കാര്യത്തിലായിരിക്കണം ഈ 3 തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നാളെ ചെയ്യേണ്ട 3 കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് എല്ലാ ദിവസവും കിടന്നുറങ്ങുക. എല്ലാ ദിവസവും കൃത്യമായി ആ 3 കാര്യങ്ങൾ ചെയ്യുക. ഈ വളരെ ചെറിയ ഒരു ശീലം കൊണ്ട് തന്നെ നിങ്ങളുടെ 90% പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നുള്ളതാണ് സത്യം. അല്ലാതെ നമ്മളുടെ എല്ലാ കുഴപ്പങ്ങളും മാറ്റിയിട്ട് നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ മിടുക്കനാവാൻ വേണ്ടി നോക്കണ്ട. വളരെ ചെറിയ രീതിയിൽ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും 3 കാര്യങ്ങൾ തീരുമാനിച്ച് കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി ആ വ്യക്തിക്ക് വലിയ ഒരു ജീവിത വിജയം നേടാൻ വേണ്ടിയിട്ട് അത് സാധിക്കാൻ. അത് മാത്രം, ആ ഒറ്റ ശീലം മാത്രം മതി. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കുറച്ച് കൂടുതൽ സമയമെടുത്ത് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഒരു കാര്യത്തില് നമുക്കൊരു മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ പുസ്തക വായന, ഒരു വായനാശീലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ആദ്യമേ 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ വ്യായാമം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വായനയിലേക്ക് ഏർപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായ ഒരു വിരക്തി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു 5 മിനിറ്റിന്റെ ശീലം നിങ്ങൾ കൊണ്ടുവരിക. ആദ്യ സമയത്ത് ഒരു 5 മിനിറ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ പുതിയതായിട്ട് നിങ്ങൾ പരിശീലിക്കുന്ന കാര്യം 5 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. ക്രമേണ അതുമായി നിങ്ങൾ പൊരുത്തപ്പെടും. ഒരു ഉദാഹരണം കൂടെ പറയാം. രാവിലെ എഴുന്നേൽക്കുന്ന ശീലം തന്നെയാണെന്ന് ചിന്തിക്കുക. എല്ലാ ദിവസവും ആദ്യത്തെ ഒരാഴ്ച എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ ഒരു മാസം കൊണ്ട് 4 ആഴ്ച 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുമ്പോൾ 20 മിനിറ്റ് നിങ്ങൾ നേരത്തെയാകും. ഒരു 3 മാസം കൊണ്ട് 1 മണിക്കൂർ നേരത്തെ നിങ്ങൾക്ക് ഉണർന്നെണീക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ 3 മാസം കൊണ്ട് 1 മണിക്കൂർ നേരത്തെ ഉണർന്നെണീക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ആ ഒരു ശീലത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ 5 മിനിറ്റിന്റെ ടെക്നിക്ക് ഉപയോഗിക്കുക. 5 മിനിറ്റ് പുതുതായിട്ട് ഒരു കാര്യം ശീലിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് കേവലം 5 മിനിറ്റ് മാത്രം നീക്കി വെക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നമ്മളുടെ സാഹചര്യങ്ങൾ, നമുക്ക് മടി കൂട്ടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ, അതേപോലുള്ള സുഹൃത്തുക്കൾ, അവരെയൊക്കെ നമ്മൾ ഒഴിവാക്കുക.
നിങ്ങൾ 4 മടിയന്മാരുടെ കൂടാണ് നടക്കുന്നതെങ്കിൽ 5ാമത്തെ മടിയൻ നിങ്ങളായിരിക്കും. 4 ഉത്സാഹശാലികളായ വ്യക്തികളുടെ കൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ 5ാമത്തെ ഉത്സാഹശാലിയായിട്ടുള്ള വ്യക്തി നിങ്ങളായിരിക്കും. എപ്പോഴും മറ്റു വ്യക്തികൾ നമ്മളെ സ്വാധീനിക്കും. നമ്മളുടെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കൂട്ടുകെട്ടും നമ്മളുടെ സാഹചര്യങ്ങളും മടി ഉളവാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം മത്സരാധിഷ്ഠിതമാണ്. ഇവിടെ വിജയിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നമ്മൾ ഇരവാദം ഉന്നയിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ജീവിതത്തിൽ തോറ്റതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ മുമ്പിൽ നമ്മളുടെ ജീവിതം അതിവേഗതയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഈ കടന്നു പോകുന്ന ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ സമയം പാഴാക്കുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ അവിടെ പാഴാക്കുന്നത് നമ്മുടെ ജീവിതം കൂടിയാണ്. അപ്പോ മടിയുള്ള എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നല്ല ഉത്സാഹത്തോടു കൂടി ജീവിതത്തെ വളരെയധികം ആഹ്ലാദകരമായി ജീവിച്ചു തീർക്കുവാന് നമ്മുടെ മുമ്പിൽ കിട്ടിയ ഈ ചെറിയ സമയം, ഭൂമിയില് നമ്മൾ ജീവിക്കുന്നത് വളരെ ചെറിയൊരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടം ആഹ്ലാദകരമായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മടി ഒഴിവാക്കി വളരെ ഉത്സാഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരാൻ വേണ്ടി പരിശ്രമിക്കുക. എല്ലാ മനുഷ്യർക്കും സാധിക്കും. കാരണം നാം പരിശ്രമിച്ചാൽ നമുക്ക് സാധിക്കും. പരിശ്രമിക്കാത്തതാണ് പലപ്പോഴും നമുക്ക് സാധിക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ അത്തരം ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.